Good morning, dear students. Today we are discussing previous year question paper and also we are doing a revision based on the syllabus. Okay, and I hope that it will be helpful for your exams. Okay. So let us explain the first module. ഇനി പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഫസ്റ്റ് മൊഡ്യൂളിൽ 3 പോർഷൻസ് ആണുള്ളത്. ഒന്ന് എമർജൻസ് ഓഫ് സോഷ്യോളജി. എമർജൻസ് ഓഫ് സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും 2 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണുന്നത് ഒന്ന് ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയൽ റെവല്യൂഷനും സോഷ്യോളജിയുടെ എമർജൻസിന് വഹിച്ച പങ്കിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഫ്രഞ്ച് റെവല്യൂഷൻ എന്താണ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്താണെന്ന് എസ്സേ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റോസോ, മോണ്ടസ്ക്യൂ, വോൾട്ടേർ പോലുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻസ് പറയുകയും ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊരു ക്രാഷ് ആയിട്ട് തീരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സിലബസ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ കേട്ടോ. സോ അബൌട്ട് റോസോ ആൻഡ് മോണ്ടസ്ക്യൂ ഇവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആൻഡ് അഗെയിൻ സെയിൻറ്റ് സൈമൺസിൻ്റെ പോസിറ്റീവ് ഫിലോസഫിയാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇവരുടെ കാര്യത്തിൽ പറയാനുള്ളത്. സോ ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ്. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ ബാക്കി പറയാം. ഓക്കെ, ആൻഡ് നൗ അഗസ്റ്റ് കോംപ്റ്റയുടെ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ്, ഓക്കെ 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ദാറ്റ് ഇസ് പോസിറ്റിവിസം. എന്താണ് പോസിറ്റിവിസം, അദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അതുപോലെ ഹൈറാർക്കി ഓഫ് സയൻസസ് എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം വിവിധങ്ങളായിട്ടുള്ള ശാസ്ത്രശാഖകളെ തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പം അതെന്തായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ഹൈറാർക്കി ഓഫ് സയൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലോ ഓഫ് 3 സ്റ്റേജസ്. ഇപ്പം സമൂഹം ഉരുവായത് അല്ലെങ്കിൽ സമൂഹത്തിലെ വിശ്വാസങ്ങളൊക്കെ ഉരുവായത് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ്, 3 പ്രത്യേക ഘട്ടങ്ങളിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ലോ ഓഫ് 3 സ്റ്റേജസ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ദിസ് ഇസ് ക്ലിയർ ആൻഡ് ഐ ഹാവ് ഓൾറെഡി ഡൺ വീഡിയോസ് ബേസ്ഡ് ഓൺ ദിസ്. ഓക്കെ, ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് അബൌട്ട് സ്പെൻസറിൻ്റെ 3 എന്താ പറയുന്നത് കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോഷ്യൽ ഡാർവിനിസം, ഓർഗാനിക് അനലോഗി ആൻഡ് ഓൾസോ ദ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ്. എന്താ പറയുന്നത്, പ്രിമിറ്റീവ് സൊസൈറ്റി മുതൽ ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റി വരെയുള്ള ഒരു ചരിത്രം അല്ലെങ്കിൽ ടൈപ്സ്, അതിനെ പറ്റിയിട്ട് നമ്മുടെ സ്പെൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് 3 എണ്ണമാണ് സ്പെൻസറിൻ്റെ പോർഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ മൊഡ്യൂൾ. ഓക്കെ, ആൻഡ് ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 2015 ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ വർഷം ഈ ഒരു പേപ്പറിൻ്റെ പേര് ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ് എന്നായിരുന്നു. അത്ര കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സിലബസിലും വന്നിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം തന്നെയാണ്. ഓക്കെ, നമുക്ക് 1 വേർഡ്സ് ലാസ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുക. കാരണം ഫുള്ളായിട്ടുള്ള പോർഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് 1 വേർഡ്സ് ഡിസ്കസ് ചെയ്യാൻ നല്ലത്. സോ വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം ദ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസും 2 മാർക്കിൻ്റെ ആദ്യ 4 ക്വസ്റ്റ്യൻസും നമ്മുടെ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിന്നാണ്. ഫസ്റ്റ് വൺ ഇസ് തിയോളജിക്കൽ സ്റ്റേജ്. അതായത് അഗസ്റ്റ് കോംറ്റെ 3 സ്റ്റേജസിലൂടെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഉണ്ടായതെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതാണ് ഈ 3 സ്റ്റേജസ്: തിയോളജിക്കൽ, മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്. ഇതിൽ തിയോളജിക്കൽ സ്റ്റേജ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് തിയോളജിക്കൽ സ്റ്റേജ് 3 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്: ഫെറ്റിഷിസം, പോളിത്തിസം, മോണോത്തിസം. ഓക്കെ, പ്രകൃതി ശക്തികളിൽ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം, അതായത് തനിക്കറിയാത്ത എല്ലാ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ കൈകളാണ് എന്ന് വിശ്വസിക്കുന്നൊരു സ്റ്റേജാണ് ഫെറ്റിഷിസം. എല്ലാ വസ്തുക്കളിലും, നാച്ചുറലായിട്ടുള്ള എല്ലാ വസ്തുക്കളിലും ദൈവത്തെ അവർ കണ്ടിരുന്നു. രണ്ടാമത്തെ സ്റ്റേജ് പോളിത്തിസമാണ്, അതായത് ബഹുദൈവ വിശ്വാസം. പിന്നീട് വന്ന സ്റ്റേജാണ് മോണോത്തിസം, ഏകദൈവ വിശ്വാസം. ഇത് മുഴുവനും എഴുതണം ഈ 2 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ് 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത്. ഫ്രഞ്ച് റെവല്യൂഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക മാത്രം ഇവിടെ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് അബൌട്ട് ഓർഗാനിക് അനലോഗി. മനുഷ്യ ശരീരത്തിനോട് സൊസൈറ്റിയെ കമ്പയർ ചെയ്യുന്ന ഹെർബർട്ട് സ്പെൻസറിൻ്റെ വാദഗതിയാണ് ഓർഗാനിക് അനലോഗി. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്.
2 മാർക്കിന് ചോദിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ജസ്റ്റ് അതിൻ്റെ കമ്പാരിസൺസ് മാത്രം എഴുതിയാൽ മതി. വലിയ മാർക്കിന് ക്വസ്റ്റ്യൻസ് ഓർഗാനിക് അനലോഗി എന്ന് പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് എഴുതണം. നൗ ഫ്രീഡം ഓഫ് തോട്ട്. ഫ്രീഡം ഓഫ് തോട്ട് എന്ന് പറയുമ്പം ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതിയാവും. ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ആക്ച്വലി ഇത് സോഷ്യോളജിയുടെ എമർജൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ എഴുതാനുണ്ട്. കാരണം പണ്ട് പുരോഹിത വർഗം പറഞ്ഞിരുന്നത് മാത്രം വിശ്വസിച്ചിരുന്ന ആളുകൾ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് എമർജൻസ് ഓഫ് സോഷ്യോളജി എന്നുള്ള വീഡിയോയിലൊക്കെ ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഒരു ഡെഫിനേഷൻ ഞാനിപ്പോൾ തരാം. Freedom of thought is also called the freedom of conscience or ideas. It's the freedom of an individual to hold or consider a fact, viewpoint or thought independent of others' viewpoints. മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് തൻ്റേതായിട്ടുള്ള വ്യൂ പോയിൻറ്റിലും ഫാക്റ്റുകൾ, അതായത് സത്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടുമൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷിയെയാണ് ഫ്രീഡം ഓഫ് തോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 22ാമത്തെ ചോദ്യമാണ്. ദാറ്റ് ഇസ് പോസിറ്റിവിസം. ഐദർ നിങ്ങൾ അഗസ്റ്റ് കോംപ്റ്റയുടെ കോൺസെപ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ പോസിറ്റിവിസം എന്ന് പറഞ്ഞ് ജസ്റ്റ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയോ മാത്രം ചെയ്താൽ മതി. സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജിയാണ് പോസിറ്റിവിസം എന്ന് പറയുന്നത്. സയൻറ്റിഫിക് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് സത്യങ്ങളെ വിശകലനം ചെയ്യുന്ന രീതിക്കാണ് എന്തു പറയുന്നത്, ഈ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്നത് എന്ന് എഴുതിയാലും മതിയാവും. ഓക്കെ, അടുത്ത ചോദ്യം, ഡിസ്കസ് ദ നേച്ചർ ഓഫ് ഫ്രഞ്ച് സൊസൈറ്റി അറ്റ് ദ ടൈം ഓഫ് ദ ഒറിജിൻ ഓഫ് സോഷ്യോളജി. ഓക്കെ, അത് ഇതിൻ്റെ ഉത്തരം ഫ്രഞ്ച് റെവല്യൂഷൻ തന്നെയാണ്. ഫ്രഞ്ച് സൊസൈറ്റിയുടെ അന്നത്തെ കാലത്തെ അവസ്ഥ എന്തായിരുന്നു, സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. അപ്പം സോഷ്യോളജി ഒറിജിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ചിട്ടുള്ള എഴുത്തുകാരുടെ രചനകൾ ലോകമെമ്പാടും പ്രചരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവുകയും പിന്നീട് പിൽക്കാലത്ത് സോഷ്യോളജിക്കൽ തോട്ട്സ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് 5 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഫ്രഞ്ച് റെവല്യൂഷൻ എങ്ങനെയായിരുന്നു, ഫ്രഞ്ച് സൊസൈറ്റിയുടെ ആദ്യകാലത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ പരിണിത ഫലം എന്തായിരുന്നു, പിന്നീട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തിങ്കേഴ്സിനെ പറ്റിയിട്ട് സംസാരിക്കുക, അവരുടെ മെയിൻ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് മാത്രം പറയുക. ഇതൊക്കെ പിന്നീട് പിൽക്കാലത്ത് സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതാണ് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻസ് എഴുതേണ്ട രീതി. ഓക്കെ, അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെയിൻറ്റ് സൈമൺസ് അഗസ്റ്റ് കോംപ്റ്റയെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന്. അതായത് സെയിൻറ്റ് സിമോൺസിൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് പോസിറ്റീവ് ഫിലോസഫിയാണ്. അപ്പോൾ പോസിറ്റീവ് ഫിലോസഫി എന്താണ് എഴുതുകയും അതിൽ നിന്ന് പിന്നീട് കുറച്ചും കൂടെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയതിന് ശേഷമാണ് അഗസ്റ്റ് കോംപ്റ്റെ പോസിറ്റിവിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നീട് അത് സോഷ്യോളജിയുടെ അടിസ്ഥാനമായി മാറുന്നതും. ഓക്കെ, അപ്പം ആദ്യം സെയിൻറ്റ് സിമോൺസിൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഒക്കെ എഴുതുകയും പിന്നീട് അഗസ്റ്റ് കോംപ്റ്റയുടെ പോസിറ്റിവിസം എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് അത് തമ്മിലുള്ളൊരു കമ്പാരിസൺ നടത്തുക. അത്രയും മതി. ഓക്കെ, നെക്സ്റ്റ് ഇസ് കോൺട്രിബ്യൂഷൻ ഓഫ് മോണ്ടസ്ക്യൂ ടു എൻലൈറ്റ്മെൻറ്റ്. അത് മോണ്ടസ്ക്യൂവിൻ്റെ കോൺസെപ്റ്റ് എഴുതുകയാണ് വേണ്ടത്. അത് അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുള്ളൊരു ഏരിയയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ എല്ലാത്തരം കോൺസെപ്റ്റ്സും ഇവിടെ എഴുതണം. ഓക്കെ, എങ്കിൽ മാത്രമാണ് എൻലൈറ്റ്മെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്തൊക്കെയാണെന്ന് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് പോയി കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഹെർബർട്ട് സ്പെൻസേഴ്സ് മെത്തഡോളജിക്കൽ പ്രപ്പോസിഷൻ ഫോർ ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി. സൊസൈറ്റി ഇന്നത്തെ മോഡേൺ സൊസൈറ്റി ആകുന്നത് വരെയുള്ളൊരു കഥ പോലെ നമ്മുടെ ഹെർബർട്ട് സ്പെൻസർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സൊസൈറ്റി, ഓരോ ഘട്ടങ്ങളിലൂടെ ഇങ്ങനെയാണ് സൊസൈറ്റി വളർന്നു വന്നത് എന്നുള്ള രീതിയിലും. അപ്പം ഈ ഒരു സംഭവം ഫുള്ളായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്, അല്ലാതെ എല്ലാ കോൺസെപ്റ്റുകളും എഴുതണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ 5 മാർക്കിനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗസ്റ്റ് കോംപ്റ്റയുടെ കോൺട്രിബ്യൂഷൻസ് ടു സോഷ്യൽ തിങ്കിങ് ആണ്. ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അഗസ്റ്റ് കോംപ്റ്റയുടെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് എഴുതണം. അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് ബാക്ക്ഗ്രൗണ്ട്, ജനിച്ച വർഷം, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഫസ്റ്റ് എഴുതുക. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ കോൺസെപ്റ്റും അതിനെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. ഇതാണ് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ ഈ 2015 ക്വസ്റ്റ്യൻ ഇസ് ഓവർ.
മറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നൊക്കെ ഇതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയതൊക്കെ ഞാനിവിടെ ഇടുന്നുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഡെമോക്രസി ഇൻ യൂറോപ്പ് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആക്ച്വലി ഇതൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂറോപ്പിലെ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഫ്രഞ്ച് റെവല്യൂഷൻ തന്നെയാണ്. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഒരു കാലത്ത് എന്താ പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നില്ല. അവർ ഫൈറ്റ് ചെയ്ത് നേടിയതാണ്. അതിന് വേണ്ടിയിട്ട് എൻലൈറ്റൻഡ് ആയിട്ടുള്ള കുറേ തിങ്കേഴ്സ് പരിശ്രമിച്ചിട്ടുണ്ട്. അവരുടെ വ്യൂ പോയിൻറ്റ്സ് ഇതാണ് നമുക്കിവിടെ എഴുതാൻ പറ്റുക. ഓക്കെ. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത് എമർജൻസ് ഓഫ് സോഷ്യോളജിയിലേക്ക് റൂസോ എന്ത് പങ്ക് വഹിച്ചിട്ടുണ്ട്, അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഇസ് ഓൾസോ എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്തത്? ആരാണ് ഡെവലപ്പ് ചെയ്തത്? ഇറ്റ് ഈസ് ഹെർബർട്ട് സ്പെൻസർ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് മോഡ്യൂളിലെ എസ്സേ ആണ് എമർജൻസ് ഓഫ് സോഷ്യോളജിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, എക്സെട്ര എക്സെട്ര. ഓക്കെ. So hereby we are winding up the session. We will be continuing our revision on second module in the next video. Thank you for watching.